നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ. ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത്. തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെ അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ. എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അടുത്തിടെ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. പിന്നാലെ എലിസബത്തിനെതിരെ ബാല പരാതി നൽകുകയും ചെയ്തിരുന്നു. എലിസബത്തിന്റെ ആരോപണങ്ങൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത ശേഷം എലിസബത്തിന്റെ ആരോപണങ്ങൾക്കെതിരെ രൂക്ഷമായാണ് ബാല പ്രതികരിച്ചത്. എലിസബത്തിന് ഒരു ഭർത്താവ് ഉണ്ടെന്നാണ് ബാലയും അദ്ദേഹത്തിന്റെ ഭാര്യ കോകിലയും ആരോപിച്ചത്. 2019 തന്റെ ആദ്യ വിവാഹമെന്നും 3 ആഴ്ച കൊണ്ട് അവസാനിച്ചൊരു ബന്ധം മാത്രമാണ് അതെന്നും എലിസബത്ത് പറയുകയായിരുന്നു. ആ ബന്ധം നിയമപരമായി പിരിയുന്നതിന് വേണ്ടി സഹായിച്ചത് ബാലയാണ്. ഇക്കാര്യം ആരോടും പറയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതാണ് വലിയൊരു ആയുധമായി അവർ തനിക്കെതിരെ പ്രയോഗിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ വിവാഹിതരല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിന് തന്റെ കയ്യിലുള്ള തെളിവുകൾ കാണിക്കാമെന്ന് പറഞ്ഞ എലിസബത്ത് ബാലയുമായി മോതിരമാറ്റം നടത്തിയതിനു ശേഷമുള്ള വീഡിയോ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വീഡിയോ കലൂർ താമസിക്കുമ്പോൾ എടുത്തതാണ്. ആ സമയത്ത് ഞങ്ങളുടെ മോതിരമാറ്റം നടത്തിയിരുന്നു. എന്റെ കൈവിരലുകളിൽ അദ്ദേഹത്തിന്റെ പേരെഴുതിയ മോതിരവും അതുപോലെ എന്റെ പേരുള്ള മോതിരവും ആ നടന്റെ കയ്യിൽ കിടക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതൊന്നുമല്ലെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാനായി ഉണ്ടാക്കിയതല്ല, അന്ന് നടന്നത് തന്നെയാണ്. കലൂരിലുള്ള പുള്ളിയുടെ വീട്ടിലെ പൂജാമുറിയുടെ മുന്നിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തിയത്. അത് എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചടങ്ങായിട്ട് നടത്താൻ ഉദ്ദേശിച്ചതോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതോ എന്തോ ആണ്. ഇതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അങ്ങനൊരു ചടങ്ങ് നടന്നു എന്നത് സത്യമാണ്. മോതിരങ്ങളിലെ പേര് നോക്കിയാൽ തന്നെ അത് വ്യക്തമാണ്. കല്യാണം നടത്തിയിട്ടില്ല, ഇങ്ങനൊരു ഭാര്യയെ അറിയില്ല, എന്റെ ഭർത്താവ് ആര്, ഡോക്ടറോ ആക്ടറോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ആർക്കും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാലയിടുകയും കുങ്കുമം തൊടുകയും ചെയ്തു. ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടും ഭാര്യയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ തനിക്കൊന്നും പറയാനില്ലെന്നാണ് എലിസബത്ത് പറയുന്നത്. 2021 ഡോക്ടറായ എലിസബത്ത് ഉദയനും ബാലയും വിവാഹിതരായത്. നടനെ സോഷ്യൽ മീഡിയയുടെ പരിചയപ്പെട്ട ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു. ഇതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതനാണെന്ന കാര്യം ബാല പുറം ലോകത്തോട് പറയുന്നത്. പിന്നാലെ എലിസബത്തിനൊപ്പമുള്ള വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഇതിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. പരസ്യമായി എലിസബത്തിന്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തുകയും കാർ സമ്മാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ എലിസബത്ത് തന്റെ ഭാര്യ അല്ലെന്നാണ് ബാല ആരോപിക്കുന്നത്. സ്വന്തം ജീവന് ഭീഷണി ഉണ്ടെന്ന് തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. മനഃപൂർവ്വം ആരോ തന്റെ കാറിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചുവെന്നും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനായി വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും 2 പ്രാവശ്യം ഇടിച്ചുവെന്നും എലിസബത്ത് പറയുന്നു. കൂടാതെ ബാലയുടെ വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അഭിരാമി സുരേഷിനെ എലിസബത്ത് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. വിവരങ്ങൾ അറിയിച്ച് എലിസബത്ത് പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിവാഹശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവങ്ങൾ ബാലയിൽ നിന്ന് തുടരെ ഉണ്ടായെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു, കരൾ രോഗം മറച്ചുവെച്ച് വിവാഹം ചെയ്തു, വിവാഹശേഷവും പല സ്ത്രീകളുമായി ബന്ധം വെച്ചു എന്നിങ്ങനെ എലിസബത്തിന്റെ ആരോപണങ്ങൾ നീളുന്നു. എന്ത് സംഭവിച്ചാലും ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് എലിസബത്ത് പറയുന്നത്. നിയമപരമായ സഹായം ലഭിച്ചാൽ കേസുമായി മുന്നോട്ട് പോകും. പേടികൊണ്ട് ഇതുവരെ തുറന്നു പറയാതിരുന്നത്, എന്നാൽ ഇനിയും ഭയന്നിരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും തുറന്നു പറച്ചിൽ തുടരുമെന്നും എലിസബത്ത് പറയുന്നു. താൻ ഇടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നുണ്ട്. ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അവർ പറയുന്നുണ്ട്. ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ എനിക്ക് പേടിയാണ്. ഇതിന് പിന്നാലെ പോകാനും പേടിയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഭയമുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും. പുള്ളി അതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും. പിന്നീട് പകരം വീട്ടും. പ്രൊട്ടക്ട് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് പോയി ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമുണ്ട്. 2 പേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരമുണ്ട്. പക്ഷെ ആ 2 പേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും. ഞാനായിട്ടല്ല അതൊന്നും തുടങ്ങി വെച്ചത്. വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ്. കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം. കാരണം മുമ്പ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാനും കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറയുന്നു. പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകയറ്റി കടകടയ്ക്കും. കാര്യം ചോദിച്ചാൽ തന്റെ അമ്മയെപ്പോലെ കാണുന്ന ആളുകളെന്ന് പറയും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതേസമയം തോക്കിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെച്ചത്.
ഈ പ്രശ്നം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയത്. ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതും കേസിൽ പെടുത്താൻ ശ്രമിച്ചതും. അതും എനിക്ക് സംശയമുണ്ട്. മിക്ക അഭിമുഖങ്ങളിലും എന്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയും. അതൊക്കെ ഒരു മറയാണെന്നും എലിസബത്ത് പറയുന്നു. മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല, നാണക്കേടുമില്ല. കാരണം അതിൽ നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയത്. ഈ പാറ്റേൺ ഒക്കെ ഞാൻ കണ്ടതാണ്. പലർക്കെതിരെ മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ആളുകളുടെ എക്സ് വിവാഹം കഴിച്ചാൽ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല, എന്നെയും ഉറക്കില്ല. അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചിരുത്തി. ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ. ആദ്യ ഭാര്യ ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട, എനിക്ക് മറ്റു 100 പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞേനെ. ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായി. വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു. കുറെ ഞാൻ സഹിച്ചു, മിണ്ടാതെയിരുന്നു. എന്തെങ്കിലും കാണിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകുമെന്നും എലിസബത്ത് പറയുന്നുണ്ട്.